ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എന്ന് ഒരു 200 മീറ്റർ മാത്രം മാറിയിട്ട് ഒരു അടിപൊളി വീട്, സൂപ്പർബായിട്ടുള്ള വീടാണ് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രി 12 മണിയായാലും ശരിക്കും പാലക്കാട് ഒലവക്കോട് പോലെ ലൈവായിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഒരു 200 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത്. 9.5 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ലൊരു ഹൗസിംഗ് കോളനിക്കകത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ഈ കാർ നിൽക്കുന്ന സൈഡും 5 മീറ്ററിൻ്റെ റോഡുണ്ട്. സോ റോഡ് ഫ്രണ്ടേജും ഉണ്ട്, സൈഡിലും വഴിയുണ്ട്. 9.5 സെൻറ്റിൽ ഏകദേശം 2850 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. കണ്ടംപററി സ്റ്റൈലിലാണ് കെട്ടിയിരിക്കുന്നത്. ചുറ്റുവട്ടം കോമ്പൗണ്ട് വാളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ട്രസ് വർക്കും ടാറ്റ സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ സോഴ്സ് വെള്ളം വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് കിച്ചൺ പോർഷൻ. സോ അതിൻ്റെ ഗ്യാസ് സിലിണ്ടർ വെക്കാൻ വെളിയിലൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസാണ് ഈ ഒരു സൈഡിലുള്ളൂ. സോ ഈ ഒരു പോർഷനിൽ അത്യാവശ്യം ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻ ഹാർവസ്റ്റ് ചെയ്യാനുള്ള ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമ്മുടെ കിണറും വരുന്നത്, ഓപ്പൺ വെൽ. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു വെള്ളം കിട്ടുന്ന ഒരു കിണർ തന്നെയാണ്. കിച്ചൻ്റെ വർക്ക് ഏരിയ എന്നുള്ള ബാക്ക് ഡോർ ഇവിടെ വരുന്നത്. മേലെ ഡ്രസ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു പോർഷനിൽ തന്നെയാണ് നമുക്ക് അലക്ക് കല്ല് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ ബാക്ക് സൈഡിൽ പോകാനുള്ള ഈ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലും അത്യാവശ്യം ഒരു സ്പേസ് ആണുള്ളത്. ഇവിടെയൊക്കെ അലക്കി ഉണക്കാനുള്ള അയൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലെല്ലാം. ഇവിടെ നമ്മുടെ കൂടെ തന്നെ വാക്കിങ്ങിനായിട്ട് നമ്മുടെ രാജാവും വന്നിട്ടുണ്ട്. ഓക്കെ, സോ കൂടെ മൂപ്പരും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ വന്ന് ഫാമിലിയോട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അവർ ഈ ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് ഈ ഒരു പോർഷനിൽ നിറയെ ഗാർഡനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം നിറഞ്ഞൊരു ഏരിയയാണ്. നമുക്ക് ഫ്രണ്ടിലൂടെ വരാം. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ കിട്ടുന്നത് ഈ കാണുന്നത് ബുദ്ധ ബാമ്പു ആണ്. അതിനടുത്ത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരുപാട് ഞാനിവിടെ നിന്ന് വലിച്ച് കഴിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു ആപ്പിൾ ചാമ്പ മരമുണ്ട്, അത് ചെറുതായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. എല്ലാം ഹൈബ്രിഡ് മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അടുത്തൊരു ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ. നമുക്കിവിടെ അത്തച്ചക്ക നിൽക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അത്തച്ചക്ക നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. സോ ഇവിടെ നമുക്ക് ബോഗൺവില്ല നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ പേരാണ് എന്താ പറയുക, അബിയു എന്നാണ് പറയുക. ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് ആ മരം കണ്ടത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ജബോട്ടിക്ക എന്ന് പറയും. ഇത് ശരിക്കൊരു മരമുന്തിരി എന്നാണ് പറയുക. ഇതിനകത്ത് മുന്തിരി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പേരാണ് വിയറ്റ്നാം ഏർലി ചക്ക. നല്ല ഹൈബ്രിഡ് ഐറ്റമാണ്. വിയറ്റ്നാം ഏർലി എന്നാണ് പേര്. നല്ല സൂപ്പർബായിട്ടുള്ള ചക്കയാണ്. സോ ചുറ്റുവട്ടം വീട് 9.5 സെൻറ്റ് ആണെങ്കിലും ഇപ്പോൾ തന്നെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും കണ്ടില്ല. ഇപ്പോൾ തന്നെ 8-10ഓളം ഫ്രൂട്ട്സായി. ഇതുപോലെ ഇനിയും അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോഗൺവില്ല കഴിഞ്ഞു, അതുപോലെ പേരക്കയുണ്ട്, അതുപോലെ തന്നെ സപ്പോട്ടയുണ്ട്. സപ്പോട്ട മരം നിൽക്കുന്ന. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നിറയെ മരങ്ങൾ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം മാവ് തന്നെ ഒരു 3ഓളം ടൈപ്പ് മാവുണ്ട്. അതുപോലെ 2 തെങ്ങുണ്ട്. അതിലൊന്ന് വന്നിട്ട് ഇളനീരിന് മാത്രമുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ കാണുന്നത് നമ്മുടെ ഒരു നായക്കൂടുണ്ട്. ഡോഗിന് വേണ്ടിയിട്ട് ഡോഗ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അവിടെ സെറ്റായാം. അതുപോലെ തന്നെ നായക്കൂടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചീതാരങ്ങ മരമുണ്ട്. ചീതാരങ്ങ മരം അതിൻ്റെ ബാക്ക് സൈഡ് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ബുഷ് ഓറഞ്ച് ഉണ്ട്. ഈ കാണുന്ന മരം വന്നിട്ട് ബുഷ് ഓറഞ്ചാണ്. ഇപ്പോൾ അത്യാവശ്യം അതിന് ഫ്രൂട്ട്സൊക്കെ വലിച്ചു കഴിഞ്ഞു. അതുപോലെ ഈ ഒരു കാണുന്നൊരു പോർഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വള്ളികളും കാര്യങ്ങളൊക്കെ പയറിൻ്റെയും അതിൻ്റെയൊക്കെ വള്ളികളോട് സെറ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മേലെ നമുക്ക് അത് കണക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് മേലെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വള്ളികളൊക്കെ കാര്യങ്ങളൊക്കെ നടാനായിട്ടുള്ള ഒരു പോർഷൻ കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തെങ്ങ് കാണാം. അത്യാവശ്യം തേങ്ങ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ തന്നെ കിട്ടുന്നുണ്ടാവും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തെങ്ങാണ്. ഇവിടെ നമുക്ക് റംബൂട്ടാൻ്റെ ഒരു മരം കൂടി കാണുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇവിടെ ചേമ്പ് നട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യം, ചെറിയൊരു ഏരിയ ആണെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളും. അവിടെ നമുക്ക് വേറൊരു ജാക്ക് ഫ്രൂട്ട് മരം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു കാണുന്നത് റംബൂട്ടാനാണ്.
അതും കായ്ക്കാനുള്ളൊരു ലെവലായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ചക്ക കാണാൻ അത്യാവശ്യം നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട്. മാവ് 3 മാവുണ്ട്, 2 തെങ്ങുണ്ട്, 2 പ്ലാവുണ്ട്. അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമുക്ക് പറഞ്ഞില്ലേ, വെളിയിലോട്ട് വന്നിരിക്കാം ഫാമിലിക്ക് ഒരു സെറ്റായിട്ട് ഈവനിങ് ടൈമൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് ഈ ഒരു പോർഷനിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇതാ ഒരു മാവ് മരം. പിന്നെ ഇവിടെ നമുക്കൊരു ലെമണിൻ്റെ ഒരു ചെടി കൂടിയുണ്ട്. ഇവിടെ കാണുന്ന ഇതിനകത്ത് അതിലൊരു ലെമൺ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അത്യാവശ്യമൊക്കെ വലിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലെമൺ കൂടി കാണാം. ഇത് കണ്ടില്ലേ, ഇതൊരു ലെമണും കൂടി ഇവിടെ ഉള്ളൊരു. അപ്പോൾ നമുക്ക് ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഈ ഒരു 9.5 സെൻറ്റിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്കടുത്ത് ഇവിടെ ഒരു കറിവേപ്പിലിൻ്റെ മരം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയ്ക്കും വെളിയിൽ നിന്ന് എടുക്കേണ്ട, അതും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ വീടിൻ്റെ പുറം വശമുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന CCTV കാണുന്നുണ്ട്. ടോട്ടൽ 8 CCTV ക്യാമറ ചുറ്റുവട്ടം, വീടിൻ്റെ ചുറ്റും ടോട്ടൽ 8 CCTV ക്യാമറ ഉണ്ട്. നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ നമുക്ക് ഷൂ റാക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു സിറ്റിംഗ് ഏരിയയും അതുപോലെ തന്നെ നല്ല ടൈൽസ് പതിച്ച ഒരു സിറ്റ് ഔട്ടും കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ നല്ലൊരു അടിപൊളി തേക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർബായിട്ടുള്ളൊരു ലിവിങ് സ്പേസ്, ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. കട്ടണൊക്കെ മോഡിഫൈഡ് ആയിട്ടുള്ള കട്ടൺസും സീലിംഗ് ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. ടൈൽസൊക്കെ സൂപ്പർബായിട്ടുള്ള ഡിസൈനിങ് ആയിട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. 5 വർഷമായി വീട്ടിൽ പറയത്തില്ല, ഇപ്പോൾ കെട്ടിയ വീട് പോലെ തന്നെ നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് സ്പേസിൽ നമുക്ക് കാണാൻ പറ്റും റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാർട്ടീഷനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡൈനിങ് സ്പേസ് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. TV സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ സെപ്പറേറ്റ് വേറൊന്നുണ്ട്. അവിടെയും റാക്കുകളും കബോർഡ്സും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. ഇവിടെ നമുക്ക് ആലോചിക്കേണ്ടത് എല്ലാ ഫർണിച്ചറും അടക്കമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു കീഴെയുള്ള ഫസ്റ്റത്തെ ഒരു ബെഡ്റൂമാണ്. ഇതിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബെഡ്, അതുപോലെ കബോർഡ് കാര്യങ്ങളെല്ലാം വെറൈറ്റി ഡിസൈനിൽ ഓരോ റൂമിലും ഓരോ ടൈപ്പ് ഡിസൈനിലാണ് അവർ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റഡി ടേബിളും കാര്യങ്ങളും എല്ലാം ഒരു ഡിസൈനിലാണെങ്കിൽ വേറൊരു ബെഡ്റൂമിൽ പോയാൽ വേറൊരു കളറിലാണ് അവർ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് അയൺ ടേബിളും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കൂടെ കാണാം. ഇവിടെ തന്നെ നമ്മളുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഇത് വാൾ മൗണ്ടഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസൈനിങ്ങുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ, സോ ഇതൊരു വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടാനായിട്ട് ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. വെളിയിൽ നമ്മൾ ഗാർഡനിങ് കണ്ട അതേ ഏരിയ. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസിൽ നമുക്ക് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതിനോട് ചേർന്നിവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ സ്പേസ് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു വാഷ്റൂമും വാഷ് ബേസിനും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു കോമൺ ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു വാഷ്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡൈനിങ് സ്പേസിലേക്കുള്ള വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിലുള്ള കബോർഡിൻ്റെ കളർ വേറൊരു സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്, കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. കംപ്ലീറ്റ് കബോർഡ് സെറ്റാണ്. പക്ഷേ ഇവിടെ വാഷ്റൂം ഉള്ളത് ഈ കബോർഡുകളിൽ തന്നെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് വാഷ്റൂം കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ അതിനകത്ത് വേറൊരു ഡോറുണ്ട്. അവിടെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് വാഷ്റൂം ഉണ്ട്. കണ്ടല്ലേ, നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടൈൽസും കാര്യങ്ങളും, വലിയൊരു റൂം തന്നെയാണ്. ശരിക്കും ബാട്ടപ്പ് വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പാകത്തിന് സ്പേസ് ഉണ്ട്. സോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിലുള്ള വാഷ്റൂം. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് മിററും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡോർ ക്ലോസ് ചെയ്താൽ ശരിക്ക് കബോർഡ് മാത്രമായിട്ട് നമുക്ക് കാണത്തുള്ളൂ. അവിടെ നമുക്ക് വാഷ്റൂം ഉണ്ടെന്നേ അറിയത്തില്ല, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിനും കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ചെറുതാക്കി വെക്കാം. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വളരെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഒരു സൈഡിൽ ബെഞ്ചും ബാക്കി ചെയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി തേക്ക് കൊണ്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഡൈനിങ് ഇതും കിടക്കുന്നത്. ഇതാണ് ആ ലിവിങ് സ്പേസ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ നേരെ നമുക്ക് ലിവിങ് ഏരിയ ആൻഡ് സ്റ്റെയർ റൂമായി
ഇവിടെ നമ്മൾ ഡൈനിങ് സ്പേസ് ആയി. ഇവിടെ നമ്മൾ നേരെ നമ്മളെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിൽ കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ചെതലിൻ്റെയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അതിൽ വാളിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം വളരെ സൂപ്പറായിട്ടുള്ള ഡിസൈനിങ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റൗവും അതുപോലെ തന്നെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് വെളിയിലോട്ട്, ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നതിന് വാഷ് ചെയ്യുന്നതിന് നമുക്ക് ആരെങ്കിലും വെളിയിൽ നിന്ന് ഗേറ്റ് സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിച്ചണിലിരിക്കുന്ന ആൾക്ക് എപ്പോഴും കിച്ചണിലാണല്ലോ, വീട്ടിലെ ഫാമിലീസ് ഉണ്ട്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാനായിട്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ്. സോ ഇതെല്ലാം സ്റ്റീലിൻ്റെ ഡോറുകളാണ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീലിൻ്റെ ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. മേലെ റാക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ടൈപ്പുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി ഡിസൈൻ. ആ ടൈൽസിൻ്റെ ഡിസൈനൊക്കെ വേറെ ലെവലിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. സോ അതുവിധം സ്റ്റോർ സ്പേസ് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ആരും യൂസ് ചെയ്യുന്ന പോലെ കാണുന്നില്ല. ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ അലക്കുകല്ലും, നമ്മൾ വെളിയിൽ നിന്ന് കണ്ട അലക്കുകല്ലും, ഇവിടെ നമുക്ക് നമ്മുടെ കിണറും കാണാൻ പറ്റും. അവിടെ നമുക്ക് റെയിൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടാങ്ക് നമുക്ക് കാണാം. എല്ലാം മുകളിലുള്ള കംപ്ലീറ്റ് വെള്ളം ആ ടാങ്കിലേക്ക് വരും. സോ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടാതെ കറക്റ്റായിട്ട് കിണറ്റിലേക്ക് എടുക്കുകയും ചെയ്യും. ആൾറെഡി ഇവിടെ വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല, എന്നാലും വെള്ളം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ റെയിൻ ഹാർവെസ്റ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ നമുക്കിനി അടുത്ത ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകുമ്പോൾ നമ്മൾ അടിപൊളി ഡിസൈനിലാണ് സ്റ്റെയർ കേസിൻ്റെ ചുറ്റുവട്ടം നമ്മൾ കണക്ട് ആയി കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള നല്ല ടൈൽസും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഇതാണ് ഹാൻഡ് റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ മേലെ നമുക്ക് നല്ലൊരു പർഗോള കൊടുത്തിട്ടുണ്ട്. വളരെ വെളിച്ചം നമുക്ക് നല്ല രീതിയിൽ ഉള്ളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. സോ മേലെ നമുക്ക് ട്രസ് വർക്ക് ഉള്ളതറിയാം. സോ അവിടെ നിന്ന് നമുക്ക് യാതൊരുവിധ വെളിച്ചത്തിന് കുറവില്ലാണ്ടിരിക്കാൻ അതിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ടൈപ്പിലുള്ള ഷീറ്റ്സ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഡിസൈനിങ് ആയിട്ട് പാർട്ടീഷൻ ചെയ്ത ആ വാൾ ഓരോ ലൈനിങ് ആയിട്ട് കൊടുത്തത് വളരെ ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ നമ്മൾ കയറുമ്പോൾ സ്റ്റെയർ റൂമിൽ നമ്മൾ കയറുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു സ്റ്റഡി റൂമിൻ്റെ ഏരിയയ്ക്ക് പാകത്തിന് ശരിക്കും സ്റ്റെയർ കേസ് റൂമിനെ കംപ്ലീറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റഡി റൂമിൻ്റെ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കയറിയ വഴിക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ കയറി വയ്ക്കുക ബാത്റൂമാണുള്ളത്. അതിൻ്റെ കൂടെ ചേർന്ന് വാഷ്റൂം നമുക്ക് കാണാൻ പറ്റും. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിഡ്സ് ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഷ്റൂം. എല്ലാത്തിലും യൂറോപ്യൻ ക്ലോസറ്റ് ഓൺലി ആൻഡ് ഓൺലി താഴെയുള്ള ആ കോമൺ ആയിട്ടുള്ളത് മാത്രമാണ് ഇന്ത്യൻ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും യൂറോപ്യൻ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിലും കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കയറുമ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. അങ്ങനെ ടോട്ടൽ ഈ വീടിനകത്ത് 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. അതല്ലാതെ ഒരു കോമൺ വാഷ്റൂം വേറെയുണ്ട്. സോ എല്ലാത്തിലും നല്ല അടിപൊളി ടൈൽസ്, കർട്ടൺസ് കാര്യങ്ങളെല്ലാം സെറ്റിലാണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ഓരോ വാഷ്റൂമിനും ഓരോ ഡിസൈനിങ് ടൈൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡുകളുടെ ഡിസൈൻ ആയാലും വേറെ വേറെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫിക്സ്ഡ് അല്ല. ഈ ഒരു ബെഡ്റൂമിനകത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള കബോർഡ്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ നല്ലൊരു ബാൽക്കണി ഉണ്ട്. അതിൽ ഗ്ലാസിൻ്റെയാണ് സെറ്റ് ചെയ്ത് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിയിൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല സൂപ്പർബായിട്ടുള്ള വീടുകൾ, നല്ലൊരു കോളനിയാണിത്. അത്യാവശ്യം റോഡിൻ്റെ വീതിയാണ് നമുക്കറിയാം, 5 മീറ്ററോളം വീതിയുണ്ട്. നമുക്കിവിടെ സ്പേസ് കാണാൻ പറ്റും. അത്യാവശ്യം ഇഷ്ടംപോലെ വീടുകൾ ഇവിടെ ചുറ്റുവട്ടമുണ്ട്. ഫ്രണ്ടിൽ ഒരു 2-3-5 വീട് ആ ഭാഗത്തുമുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അടുത്ത് തന്നെ പള്ളിയുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ പള്ളിയുള്ളത് കേട്ടോ. ഒരു കുറച്ച് ദൂരം നമുക്ക് കാണിച്ചു തരാം. ഇതൊരു സിറ്റിംഗ് ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഗാർഡനിങ് വേണമെങ്കിൽ മേലെ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അടുത്തൊരു വീട് കാണുന്നുണ്ട്, അവിടെ ഒരു വീട് കാണാണ്. ഇഷ്ടം പോലെ ഏകദേശം ഇതൊരു ശരിക്കും ഒരു കോളനി സൈസിലാണ് ഇത് കിടക്കുന്നത്. റോഡിൻ്റെ വീതി പറഞ്ഞാൽ 5 മീറ്ററിൽ കൂടുതലായിട്ടുള്ള വീതിയുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റെഡ് ഓക്സൈഡൊക്കെ കൊടുത്തിട്ട് നിലമൊക്കെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ട്രസ് വർക്ക് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കംപ്ലീറ്റഡ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് ഫ്ലോറിൽ വേറെയും ട്രസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അവർ. ഇവിടെ നമുക്ക് സ്പേസ് കാണാം.
ഇവിടെ നിന്ന് നമുക്ക് താഴെ ഇവിടേക്ക് സിറ്റ് ഔട്ടിൻ്റെ ടെറസിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വ്യൂ ആണ്, അതുപോലെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ, നല്ല ഏരിയ. ഇവിടെ ശരിക്കും ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ വെല്ലും അതുപോലെ തന്നെ റെയിൻ ഹാർവസ്റ്റ് ചെയ്യുന്ന ടാങ്കൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 9.5 സെൻറ്റിൽ 2850 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സൂപ്പറായിട്ടുള്ള കണ്ടംപററി സ്റ്റൈൽ വീട്. അതിൽ കംപ്ലീറ്റ് ആയ ഡ്രസ് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടേക്ക് നമുക്ക് തുണി ഉണക്കാനിടാൻ പാകത്തിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ മേലെ നമുക്കൊരു ടാപ്പും അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വാഷിങ്ങിനും കാര്യത്തിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഇവിടെ ടാപ്പുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഗാർഡനിങ് സ്പേസ് കാണാൻ പറ്റും. നമ്മൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചില്ല, ഒരു സൈഡ് മൊത്തം പച്ചപ്പാക്കി വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി സ്പേസാണ്. ഇവിടെയൊക്കെ നമുക്ക് തുണിയൊക്കെ അയലിടാൻ പറ്റിയ ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റെയർ, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബലത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാറ്റാ സ്റ്റീലിൻ്റെയാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റാ സ്റ്റീൽ കൊണ്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ മേലെ കാണാം. സോ ഇതാണ് പർഗോളയുടെ ഗ്ലാസ്. പർഗോളയുടെ മേലെ വെച്ചിരിക്കുന്ന വെളിച്ചം വരാനുള്ള ഗ്ലാസ്. മേലെ ഷീറ്റിലും അത് വെളിച്ചം നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലാസ് ടൈപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സ്പേസിനെ നമുക്ക് നല്ലൊരു വർക്കൗട്ട് പ്ലേസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. യോഗ ചെയ്യാനും അതുപോലെ ജിം ചെയ്യാനും വർക്കൗട്ട് പ്ലേസ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വെക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലേസാണ്. പിന്നെ നമുക്കിത് ആ കാണുന്നതാണ് നമ്മുടെ മസ്ജിദ്, ജുമാ മസ്ജിദാണത്. സോ ബാങ്കുവിളിക്ക് അടുത്ത് തന്നെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 1 കിലോമീറ്റേഴ്സിനകത്ത് തന്നെ നമുക്ക് മന്ദിരമുണ്ട്, അമ്പലമുണ്ട്, അതുപോലെ ചർച്ച് പിന്നെ കല്ലേക്കാട് സൈഡ് പോകേണ്ടി വരും. എന്നാലും അത്യാവശ്യം എല്ലാവിധ പീപ്പിൾസും എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. സോ ഇവിടെ ചുറ്റുവട്ടം നമുക്ക് ഇഷ്ടംപോലെ വീടുകൾ കണ്ടു. അതുപോലെ തന്നെ നമുക്കിവിടെ കളിക്കാനായിട്ട് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. സോ ഇതൊരു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയയാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു 9.5 സെൻറ്റിൻ്റെ കൂടുതലുണ്ട്. അത് 2850 സ്ക്വയർ ഫീറ്റോളം പ്രോപ്പർട്ടി വരും. ഇവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഈ ഒരു തെങ്ങിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ കിട്ടുന്നുണ്ടാവും കേട്ടോ. സോ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് വരുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരുന്നത്. പർളി റെയിൽവേ സ്റ്റേഷനൊക്കെ പറഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ പർളി റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്. പാലക്കാട് ടൗണിലേക്ക് ഹാർഡ്ലി നമുക്കൊരു 20 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ വരുന്നുള്ളൂ. കാരണം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സിനകത്ത് നമുക്ക് പർളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താൻ പറ്റും. ഈ ഒരു ലിവിങ് സ്പേസ്, നമ്മൾ ഡൈനിങ് സ്പേസ്, ലിവിങ് സ്പേസ്, ഇവിടെ നിന്ന് നമുക്ക് ഇതാണ് ഒരു ഫാമിലി ലിവിങ് ഏരിയ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഡോർ വഴി വെളിയിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ആ ഒരു അതിമനോഹരമായിട്ടുള്ള കാര്യം, നമ്മൾ മരങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫാമിലി ഈവനിങ് ടൈമിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ കൂടി ഇരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തന്നെയാണിത്. ആ ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ഈവനിങ് ടൈമിലൊക്കെ നല്ല കൂളായിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതിമനോഹരമായിട്ടുള്ള പ്ലേസാണ്. സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അടുത്താണ്. പർളി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അതുപോലെ തന്നെ സ്കൂളുകൾ ഇഷ്ടംപോലെ സ്കൂളുകൾ അടുത്തായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ കോളേജുകൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത്. സോ എന്തുകൊണ്ടും ഇപ്പോൾ കോയമ്പത്തൂർ പോകണമെങ്കിൽ പർളി റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാം. അതുപോലെ പെട്ടെന്ന് തൃശ്ശൂർ പോകണമെന്നുണ്ടെങ്കിൽ മെമും കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്കൽ ട്രെയിനിന് പർളി സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും അക്യുറേറ്റായിട്ടുള്ള വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള മെയിൻ ഹൈവേ എന്ന് നോക്കുകയാണെങ്കിൽ വെറും ഒരു 200 മീറ്റർ പോലും ദൂരമില്ലാത്ത ഈ ഒരു പ്രോപ്പർട്ടി, ഈ 9.5 സെൻറ്റും 2850 സ്ക്വയർ ഫീറ്റും കംപ്ലീറ്റ് ഇതിലുള്ള ഫർണിച്ചർ അടക്കം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,20,00,000 രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും. സോ കൂടുതൽ വിവരങ്ങൾ അറിയാനും 100% നിങ്ങൾ ഇതിലേക്ക് കോൾ ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യണമെന്നില്ല, വാട്സപ്പ് ചെയ്ത് പറഞ്ഞാൽ മതി. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. ഇനി അടുത്ത് ഇതുപോലുള്ള സൂപ്പർ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും
ഒരു സൂപ്പർബായിട്ടുള്ള ഒരു പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നല്ല ആയുരാരോഗ്യത്തോടെയുള്ള സമൃദ്ധിയോടെയുള്ള ഒരു 2025 നേരുന്നു. നിങ്ങളുടെ എങ്ങനെ 2024 ഉണ്ടായിരുന്നു അതിലും സമ്പൽ സമൃദ്ധിയോടും ആയുരാരോഗ്യത്തോടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലിയോടുകൂടി ഒരു സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡിയേഴ്സ്.